ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി പുണ്യഭൂമിയിലെത്തുന്ന ഹാജിമാരെ സഹായിക്കാൻ KRW വളണ്ടിയർമാർ സജ്ജരായതായി KRW സൗദി മുഖ്യ രക്ഷാധികാരി അറിയിച്ചു. ഹജ്ജ് സേവന പ്രവർത്തനങ്ങൾക്കായി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 400-ലധികം സന്നദ്ധ സേവകരെ സജ്ജരാക്കിയതായും അദ്ദേഹം വ്യക്തമാക്കി. മക്ക, മിന, അറഫ, മുസ്തലിഫ, അസീസിയ തുടങ്ങിയ സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും വളണ്ടിയർ സേവനം ലഭ്യമാക്കും. ട്രെയിൻ സൗകര്യം ഉപയോഗപ്പെടുത്താൻ ഹാജിമാരെ സഹായിക്കുന്നതിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കും. വിവിധ സൗദി ഏജൻസികളുമായി സഹകരിച്ചായിരിക്കും സേവന പ്രവർത്തനങ്ങൾ നടത്തുക. മുഴുവൻ ഹാജിമാർക്കും പരമാവധി സേവനം ലഭ്യമാക്കാനാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈത്തിൽ ബലിപ്പെരുന്നാൾ ഒക്ടോബർ 15 ചൊവ്വാഴ്ചയായിരിക്കുമെന്ന് പ്രമുഖ ഗോളശാസ്ത്രജ്ഞൻ ആദിൽ അൽ സഅദൂദ്. ഈ വർഷത്തെ ബലിപ്പെരുന്നാൾ അവധി ഒക്ടോബർ 11 മുതൽ 19 വരെ 9 ദിവസങ്ങളായിരിക്കുമെന്നും അദ്ദേഹം കുവൈത്ത് വാർത്താ ഏജൻസിയോട് പറഞ്ഞു. എന്നാൽ അവധി സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. പ്രവാസി സംഘടനകളുടെ സംഘടനാബോധം നാട്ടിലെ നേതാക്കൾക്ക് പാഠമാകണമെന്ന് കോൺഗ്രസ് നേതാവും മുൻ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിരുന്ന ബാബു ദിവാകരൻ പറഞ്ഞു. ദമാമിൽ OICC സംഘടിപ്പിച്ച പ്രവർത്തകർക്കുള്ള നേതൃപരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും അച്ചടക്കത്തോടെ നാട്ടിൽ കോൺഗ്രസിന്റെ ഒരു യോഗം സംഘടിപ്പിക്കാൻ കഴിയില്ല. അഥവാ സംഘടിപ്പിച്ചാൽ 5 കസേരകളെങ്കിലും തല്ലിയൊടിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. OICC പ്രസിഡന്റ് PM നജീബ് അധ്യക്ഷനായിരുന്നു. മൻസൂർ പള്ളൂർ, അബ്ദുൾ റഹ്മാൻ കാവുങ്കൽ, സമദ് മങ്കട, അഡ്വക്കേറ്റ് യതീന്ദ്രൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. സി അബ്ദുൽ ഹമീദ് സ്വാഗതവും ബിജു കല്ലുമല നന്ദിയും പറഞ്ഞു. ആര്യാടൻ മുഹമ്മദ് ഞരമ്പ് രോഗിയായ കടൽക്കിഴവനെന്ന് KM ഷാജി MLA. ചോദിച്ച വകുപ്പുകൾ കിട്ടാത്തതിന്റെ ദേഷ്യം ലീഗിനോട് തീർക്കരുത്, കളിച്ചാൽ എല്ലാ കേസുകളും കുത്തിപ്പൊക്കുമെന്നും ഷാജി വടകരയിൽ മുസ്ലിം ലീഗ് കൺവെൻഷനിൽ പറഞ്ഞു. ഞങ്ങൾ മാന്യമായി സംസാരിക്കും, മാന്യമായ ഇടപെടലുകൾ നടത്തും. അതിന് ആരും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരുങ്ങുന്നു എന്ന് പറഞ്ഞപ്പോ മലപ്പുറത്തെ നരമ്പ് രോഗിയായ ഒരു കടൽക്കിഴവിന് പിന്നെ പ്രശ്നം. കേരള രാഷ്ട്രീയത്തിലെ ഈ നരമ്പ് രോഗിയായ കടൽക്കിഴവിനെ സഹിക്കുന്നതിന് കണക്കില്ലേ? ഇയാൾക്ക് നല്ല റവന്യൂ വകുപ്പ് കിട്ടാത്തതിന്, ഇയാൾക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടാത്തതിന് നിങ്ങൾ പോയിട്ട് ഉമ്മൻചാണ്ടിനെ ചൊറിയടോ, അല്ലെങ്കിൽ KPCC പ്രസിഡന്റിനെ ചൊറി. അത് ലീഗിന്റെ മേക്കിട്ട് ചൊറിഞ്ഞിട്ടല്ല ഇയാളുടെ നരമ്പ് രോഗം മാറ്റേണ്ടത്. അത് വെറും നരമ്പ് രോഗമല്ല, പല ജാതി നരമ്പ് രോഗമുണ്ട്. ഒരുമാതിരി കേറ്റം ലീഗിന്റെ മേക്കിട്ട് കയറിയാൽ എല്ലാ പുണ്ണും മാന്തി പുറത്തോട്ടും ലീഗ് രാഷ്ട്രീയ പാർട്ടി മനസ്സിലാക്കിക്കോ. നയതന്ത്ര രംഗത്ത് അതൃപ്തി ഉണ്ടാക്കും വിധം പ്രവർത്തിച്ചതിനാൽ ഖത്തറിലെ നേപ്പാൾ അംബാസിഡറെ നേപ്പാൾ സർക്കാർ തിരിച്ചു വിളിച്ചു. ഖത്തർ നേപ്പാൾ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടും വിധം പ്രസ്താവന ഇറക്കിയതിനാണ് ഡോക്ടർ മായ കുമാരി ശർമ്മയെ തിരികെ വിളിച്ചത്. त्यो नेपालीहरूमध्ये कसको बढी प्रतिनिधित्व गरेको छु जस्तो लाग्छ यहाँलाई? प्रतिनिधित्व त सबैको गरेको छु. कसको चाहिँ कुरा गर्न अलि बढी मन लाग्छ? बढी कुरा गर्न मन छैन, श्रमिकहरूकै मन लाग्छ. BBC-ക്ക് നൽകിയ ഈ അഭിമുഖമാണ് മായാകുമാരിയെ തിരികെ വിളിക്കാൻ നേപ്പാൾ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം. നേപ്പാളികളെ സംബന്ധിച്ച് ഖത്തർ ഒരു തുറന്ന ജയിലെന്നായിരുന്നു മായാകുമാരി അഭിമുഖത്തിൽ പറഞ്ഞത്. ഖത്തർ സർക്കാർ മായാകുമാരിയുടെ പ്രസ്താവനയ്ക്കെതിരെ പരാതി നൽകിയപ്പോൾ അവർ ഖത്തർ സർക്കാരിനോട് അന്ന് മാപ്പ് പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ദി ഗാർഡിയൻ പത്രം ഖത്തറിലെ നേപ്പാൾ തൊഴിലാളികൾക്കിടയിൽ നടത്തിയ അന്വേഷണാത്മക റിപ്പോർട്ടിൽ അംബാസഡറുടെ ഈ കമന്റ് ഉൾപ്പെടുത്തുകയും ചെയ്തതോടെ വിഷയം ആഗോള ശ്രദ്ധ നേടി. സ്റ്റേഡിയം നിർമ്മാണത്തിനിടെ മരണപ്പെടുന്ന നേപ്പാൾ തൊഴിലാളികളെക്കുറിച്ചായിരുന്നു ദ ഗാർഡിയൻ പത്രത്തിന്റെ അന്വേഷണം. 2012 മെയ്യിലാണ് മായാകുമാരി ശർമ്മ ഖത്തറിൽ അംബാസഡറായി എത്തുന്നത്. എന്നാൽ നയതന്ത്ര ബന്ധത്തിൽ ഒട്ടും തൃപ്തികരമല്ലാത്ത പ്രവർത്തനമാണ് മായാകുമാരിയുടേതെന്നും അതിനാൽ അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതായും നേപ്പാൾ മന്ത്രിസഭ അറിയിച്ചു. 7 ദിവസത്തിനുള്ളിൽ തന്നെ മായാകുമാരി ഖത്തറിൽ നിന്ന് വിടുമെന്ന് നേപ്പാൾ എംബസി അധികൃതർ വ്യക്തമാക്കി. റമീസ് സാത്യാറ, മീഡിയ 1, ഖത്തർ. 4 അറബ് നഗരങ്ങളെ ആസ്പദമാക്കി ഒരു ഗ്രാഫിക് ഡിസൈൻ പ്രദർശനം. നഗരങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് ലണ്ടനിലെ P21 ഗാലറിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ പ്രദർശനം. അലക്സാൻഡ്രിയ, നബുലസ്, ബാഗ്ദാദ്, അൽജിയസ് എന്നീ 4 അറബ് നഗരങ്ങളെ കേന്ദ്രീകരിച്ചാണ് പ്രദർശനം. ഇൻ ദ സിറ്റി എന്ന പേരിൽ നടക്കുന്ന പ്രദർശനം നഗരങ്ങളുടെ എല്ലാ തലങ്ങളെയും ചിത്രീകരിക്കുന്നതാണ്. അറബ് വസന്തത്തിന് ശേഷമുള്ള പശ്ചിമേഷ്യ, നഗരങ്ങളിലെ ആരാധനാലയങ്ങൾ, സംഗീതം, വാഹനത്തിരക്ക്, ചന്ത തുടങ്ങി നഗരജീവിതത്തിന്റെ പ്രതിഫലനങ്ങളാണ് പ്രദർശനത്തിലെ ഓരോ സൃഷ്ടിയും. ഓരോ ഡിസൈനും ഓരോ പശ്ചാത്തലങ്ങൾ ഉൾക്കൊള്ളുന്നവയാണെന്ന് പ്രദർശനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ദന അബ്ദുള്ള അഭിപ്രായപ്പെട്ടു. I find when design comes into the gallery, it's taken out of context. You see objects in a glass wall, under glass panels. You see them on white walls, under frames, and it just doesn't work for design because design is all about context. And when you take it out of that, it loses all its meaning.
ഈജിപ്തിൽ നിന്നുള്ള കലാകാരന്മാരായ ഇബ്രാഹിം യൂസുഫ്, നോറ അലി, മുഹമ്മദ് നബീൽ, ലബീബ് എന്നിവരുടെ കലാസൃഷ്ടികളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ഏറെ നാളത്തെ ഗവേഷണങ്ങൾക്ക് ശേഷമാണ് ഓരോ നഗരവും ഡിസൈനായി രൂപം കൊണ്ടതെന്ന് ഇവർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. സിറിയൻ പ്രതിസന്ധിയിൽ യുഎന്നിന്റെ ഇടപെടലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാൻ. UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂണുമായി UN ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. UNനുമായി UAEക്കുള്ള ബന്ധം മെച്ചപ്പെടുത്തലും പശ്ചിമേഷ്യൻ മേഖലയിൽ രൂപപ്പെട്ട പ്രത്യേക പ്രതിസന്ധിയും ഇരുവരും തമ്മിലെ ചർച്ചാ വിഷയമായി. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ മോഹൻ കുമാർ വ്യവസായ വാണിജ്യകാര്യ മന്ത്രി ഡോക്ടർ ഹസൻ അബ്ദുള്ള ഫക്രുവുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാര നിക്ഷേപ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ചർച്ച നടത്തിയത്. ഇതിനായി നയതന്ത്ര ബന്ധം കൂടുതൽ കരുത്താർജിക്കേണ്ടതിന്റെ ആവശ്യകതയും ചർച്ച ചെയ്തു. ബഹ്റൈൻ ഭരണകൂടം നൽകി വരുന്ന സേവനങ്ങൾ പ്രശംസനീയമാണെന്ന് അംബാസിഡർ പറഞ്ഞു. സൗഹൃദത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശങ്ങൾ കൈമാറി പ്രവാസ ലോകത്ത് ഓണാഘോഷങ്ങൾ തുടരുന്നു. അവധി ദിവസങ്ങളിൽ ഓണസദ്യയും ഓണപ്പാട്ടുകളും ഓണക്കളികളുമായി മുഴുദിന ആഘോഷമാണ് പ്രവാസികളുടേത്. റിയാദിൽ നവോദയയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണസദ്യയിൽ 1000-ലേറെ പേർ പങ്കെടുത്തു. സുധീർ കുമ്മിൽ, ഹനീഫ കൂട്ടായി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒമാനിൽ നിന്ന് 4 തരം മത്സ്യങ്ങളുടെ കയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തി. ആഭ്യന്തര വിപണിയിൽ മത്സ്യക്ഷാമം ഒഴിവാക്കാനാണ് ഈ നടപടി. യെല്ലോഫിൻ ട്യൂണ, കിങ് ഫിഷ്, ലോങ് ടൈൽ ട്യൂണ, റാബിറ്റ് ഫിഷ് എന്നീ ഇനങ്ങൾക്കാണ് അടുത്ത മാസം 1 മുതൽ 2014 മെയ് 31 വരെ കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയത്. കൃഷി മത്സ്യവിഭവ മന്ത്രി ഫുആദ് ബിൻ ജാഫർ അൽ സജുവാനിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഒമാനിൽ പിടികൂടുന്ന ഈ ഇനം മത്സ്യങ്ങൾ ആഭ്യന്തര വിപണിയിൽ വിറ്റഴിക്കാൻ മാത്രമേ പാടുള്ളൂ. നിരോധനം ലംഘിച്ച് മത്സ്യം കയറ്റി അയച്ചാൽ കർശന നടപടിയുണ്ടാകും. സ്ഥാപനങ്ങളുടെയും മത്സ്യം കയറ്റുന്ന വാഹനങ്ങളുടെയും ലൈസൻസ് റദ്ദാക്കും. വരുന്ന സീസണിൽ ഇത്തരം മത്സ്യങ്ങളുടെ ലഭ്യത കുറയുകയും വില വർദ്ധിക്കുകയും ചെയ്യും. കിട്ടുന്ന മത്സ്യമെല്ലാം വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതിനാൽ ആഭ്യന്തര വിപണിയിൽ മത്സ്യക്ഷാമം അനുഭവപ്പെടാറുണ്ട്. ഇത് ഒഴിവാക്കാനാണ് മന്ത്രാലയത്തിൻ്റെ നടപടി. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ, മസ്കത്ത്. കുവൈത്തിൽ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് നാളെ. 10 മണ്ഡലങ്ങളിൽ നിന്നായി 5 വനിതകളടക്കം 61 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. ശനിയാഴ്ച കാലത്ത് 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. 10 മുനിസിപ്പൽ മണ്ഡലങ്ങളിൽ നിന്നായി 61 പേരാണ് ഇത്തവണ ജനവിധി തേടുന്നത്. സ്ഥാനാർത്ഥികളിൽ 5 പേർ വനിതകളാണ്. വോട്ടെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനാവശ്യമായ സജ്ജീകരണങ്ങൾ പൂർത്തിയായതായും പോളിംഗ് സ്റ്റേഷനുകളിൽ ആവശ്യമായ പോലീസുകാരെയും മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചതായും ആഭ്യന്തര മന്ത്രാലയം പൊതുസുരക്ഷാ ഉപമേധാവിയും തെരഞ്ഞെടുപ്പ് സുരക്ഷയുടെ ചുമതലക്കാരനുമായ മേജർ ജനറൽ മഹമ്മൂദ് അൽ ദൂസരി പത്രക്കുറിപ്പിൽ അറിയിച്ചു. പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടെടുപ്പിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകൾ നടന്നുവരികയാണ്. ബാലറ്റ് പെട്ടികളും മറ്റും വൈകുന്നേരത്തോടെ തന്നെ എല്ലാ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലും എത്തിക്കഴിഞ്ഞു. പൗരത്വരേഖ നഷ്ടപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുന്നതിനു വേണ്ടി താൽക്കാലിക കാർഡ് നൽകിയിട്ടുണ്ടെന്ന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് നാഷണാലിറ്റി ആൻഡ് പാസ്പോർട്ട് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ മാസിൻ ജറ അൽ സബാഹ് അറിയിച്ചു. ഇതിന് തെരഞ്ഞെടുപ്പ് ദിവസം മാത്രമേ സാധുതയുണ്ടാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. 2009 പാർലമെന്റ് ഇലക്ഷനോടനുബന്ധിച്ചായിരുന്നു അവസാനമായി കുവൈറ്റിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടന്നത്. മുനീർ അഹമ്മദ്, മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. സുഡാനിലെ കലാപം അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായി മുന്നിട്ടിറങ്ങാൻ ലോകരാഷ്ട്രങ്ങളോട് കുവൈത്തിന്റെ അഭ്യർത്ഥന. 24ാമത് UN മനുഷ്യാവകാശ സമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ കുവൈത്ത് ഡിപ്ലോമാറ്റിക് അറ്റാഷെ ആയറാനിയ അൽ മുലൈഫിയാണ് ഇക്കാര്യം അറിയിച്ചത്. ദർഫൂർ കലാപത്തിലെ ഇരകൾക്ക് നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്ത രാജ്യങ്ങൾ വാക്കുപാലിക്കാൻ തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. ദർഫൂറിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടും റാനിയ അൽ മുലൈഫി അവതരിപ്പിക്കുകയുണ്ടായി. കുവൈത്തിൽ വസന്തകാല ടെന്റുകൾക്ക് മുനിസിപ്പാലിറ്റി ഇനി മുതൽ ഫീസ് ഈടാക്കും. ടെന്റുകളുടെ ഇൻഷുറൻസ് തുക 100 ദിനാർ എന്നത് 300 ദിനാറാക്കി ഉയർത്താനും കുവൈത്ത് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചു. ടെന്റുകൾ അനുവദിക്കുന്ന സ്ഥലങ്ങളുടെ കാര്യത്തിലും അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിലും ഭേദഗതികൾ വരുത്താനും കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് അൽ സബീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി. കുവൈത്തിലെ കൈഫാൻ സക്കാത്ത് സൊസൈറ്റി 100 ബോസ്നിയൻ അനാഥ കുട്ടികളെ ദത്തെടുക്കുന്നു. ബോസ്നിയയിലെ ജീവകാരുണ്യ സംഘങ്ങളുമായി സഹകരിച്ച് ഇവരുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും മറ്റും ആവശ്യമാകുന്ന മുഴുവൻ ചെലവുകളും വഹിക്കുമെന്ന് സൊസൈറ്റി ചെയർമാൻ ഔദ് അൽ ഖമീസ് പറഞ്ഞു. ബോസ്നിയയിലെ ജീവകാരുണ്യ സംഘങ്ങളുമായി സഹകരിച്ച് ഇവരുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും മറ്റും ആവശ്യമാകുന്ന മുഴുവൻ ചെലവുകളും വഹിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു. തന്റെ ബോസ്നിയൻ സന്ദർശനത്തിന് മുന്നോടിയായി ഇറക്കിയ പത്രക്കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കുവൈത്തിലെ ഷോപ്പിംഗ് മാളുകൾ കുരുതിക്കളമാകുന്നു. കഴിഞ്ഞ ദിവസം മറീന മാളിൽ സ്വദേശിയെ കുത്തിക്കൊലപ്പെടുത്തിയ ഫലസ്തീൻ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
സുരക്ഷാ പാളിച്ചയാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്ന് പാർലമെന്റ് അംഗങ്ങൾ ആരോപിച്ചു. രാജ്യത്തെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലൊന്നായ അവന്യൂസ് മാളിൽ മാസങ്ങൾക്ക് മുമ്പ് ലബനോൻ സ്വദേശിയായ യുവ ഡോക്ടറെ കൗമാരക്കാരൻ കുത്തിക്കൊലപ്പെടുത്തിയിരുന്നു. പാർക്കിംഗ് സംബന്ധിച്ച തർക്കമായിരുന്നു കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവത്തിന് ശേഷം ഷോപ്പിംഗ് മാളുകളിൽ നിരീക്ഷണവും കാവലും ശക്തമാക്കാൻ സുരക്ഷാ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനിടയിലാണ് വ്യാഴാഴ്ച രാത്രി മറ്റൊരു പ്രധാന ഷോപ്പിംഗ് കേന്ദ്രമായ മറീന മാളിൽ ഫലസ്തീൻ യുവാവിന്റെ കുത്തേറ്റ് സ്വദേശി മരിക്കുന്നത്. കൊലപാതകിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷോപ്പിംഗ് മാളുകൾ കേന്ദ്രീകരിച്ച് അക്രമസംഭവങ്ങൾ വർദ്ധിച്ചുവരുന്നത് പൊതുജനങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. കുവൈറ്റിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുവരുന്നതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പുറത്തുവന്നതിന് ദിവസങ്ങൾക്കുള്ളിലാണ് നാടിനെ നടുക്കി വീണ്ടും അക്രമം അരങ്ങേറിയിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് വ്യാപാര കേന്ദ്രങ്ങളിൽ സുരക്ഷ കർശനമാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. യുവാക്കളുടെ സംഘങ്ങൾ തമ്മിലുള്ള കലഹമാണ് കഴിഞ്ഞ ദിവസം കൊലപാതകത്തിലേക്ക് വഴിമാറിയതെന്ന് പറയപ്പെടുന്നു. അതേസമയം അവന്യൂസ് കൊലപാതകത്തിന്റെ നടുക്കം മാറും മുമ്പ് മറീനയിൽ സമാന സംഭവം ഉണ്ടായിരിക്കുന്നത് സുരക്ഷാ പാളിച്ചയാണ് കാണിക്കുന്നതെന്ന് പാർലമെന്റ് അംഗം ഖലീൽ അൽ സ്വാലിഹ് ആരോപിച്ചു. ആഭ്യന്തരമന്ത്രിയോട് സുരക്ഷാ വീഴ്ചയുടെ വിശദീകരണം ആവശ്യപ്പെടുമെന്ന് പാർലമെന്റേറിയൻ സൗദുൻ ഹമാദും പ്രതികരിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ബഹ്റൈനിൽ തീവ്രവാദികൾക്ക് അഭയം നൽകുന്നവരും അവർ നടത്തുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദികളായിരിക്കുമെന്ന് ഭരണകൂടം വ്യക്തമാക്കി. രാജ്യത്തിന്റെയും പൗരന്മാരുടെയും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു നിലയ്ക്കുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ പറഞ്ഞു. തീവ്രവാദം വെച്ചുപുറപ്പിക്കില്ലെന്നും ബഹ്റൈൻ എല്ലാ കാലത്തും നിയമവാഴ്ചയുള്ള രാജ്യമായി തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ശൈത്യകാല ക്യാമ്പിന് ഖത്തറിലെ പരിസ്ഥിതി മന്ത്രാലയം പുതിയ നിയമം പുറത്തിറക്കി. സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലം മറ്റൊരാൾക്ക് ക്യാമ്പിനായി നൽകുന്നത് പിടിക്കപ്പെട്ടാൽ ലൈസൻസ് റദ്ദാക്കുന്നത് അടക്കമുള്ള കർശനമായ നിയമങ്ങളാണ് പുതിയ ഉത്തരവിലുള്ളത്. അപേക്ഷകൻ 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പരിസ്ഥിതിയെ നശിപ്പിക്കുന്നതോ പച്ചപ്പ് കളയുന്നതോ ആയ പ്രവൃത്തികൾ പാടില്ല. തൊട്ടടുത്ത ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് ഉപദ്രവകരമാകുന്ന തരത്തിൽ ഉച്ചത്തിലുള്ള ശബ്ദം പുറപ്പെടുവിക്കാനും പാടില്ല. തുടങ്ങിയവയാണ് പരിസ്ഥിതി മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ നിയമത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഒക്ടോബർ 10 മുതൽ ഏപ്രിൽ 17 വരെയാണ് ഖത്തറിലെ ശൈത്യകാല ക്യാമ്പ് സീസൺ. സെപ്റ്റംബർ 25ഓടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.moe.gov.qa എന്ന വെബ്സൈറ്റിലൂടെ ലൈസൻസിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പിൻ്റെ ഉടമസ്ഥർ മറ്റുള്ളവർക്ക് തങ്ങളുടെ സ്ഥലം മറച്ചു വിൽക്കാൻ പാടില്ലെന്നും അപ്രകാരം കണ്ടെത്തുന്ന വിധം ലൈസൻസ് റദ്ദാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. റമീസ് സത്യാറ, മീഡിയ 1, ഖത്തർ. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് ആൽ ഥാനി സിറിയയുടെ ജോയിന്റ് സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയ ലക്തർ ബ്രാഹ്മിയുമായി കൂടിക്കാഴ്ച നടത്തി. സിറിയയിലെ നിലവിലെ അവസ്ഥ ഇരുവരും വിലയിരുത്തിയതായും രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായും ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 68ാമത് UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയതായിരുന്നു ഖത്തർ അമീർ. UAEയിൽ ആൺകുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പേര് മുഹമ്മദ്, പെൺകുട്ടികളുടേത് മറിയം. ദുബൈയിലും വടക്കൻ എമിറേറ്റ്സിലും ഈ വർഷത്തിൽ ഇതുവരെ 29,000-ലധികം കുട്ടികൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു. കഴിഞ്ഞ വർഷം മൊത്തം 40,000-നടുത്ത് കുട്ടികൾക്കാണ് ഈ പേരിട്ടത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട്. അറബ് ലോകത്ത് കുടുംബ കോടതികൾ സ്ഥാപിക്കണമെന്ന് ദോഹയിൽ നടന്ന 4ാമത് അറബ് സുപ്രീം കോർട്ടിന്റെ പ്രസിഡന്റുമാരുടെ സമ്മേളനം തീരുമാനിച്ചു. കുടുംബ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സാമൂഹികവും മാനസികവുമായ കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് സമ്മേളനത്തിൽ നിർദ്ദേശമുണ്ടായി. കുടുംബ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോഴും വിധി പുറപ്പെടുവിക്കുമ്പോഴും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് സമ്മേളനത്തിൽ തീരുമാനിക്കപ്പെട്ടതായി ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. ശുഭരാത്രി.